എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരാനുള്ള പ്രാപ്തി തനിക്കുണ്ടോ? അതോ ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് നടക്കാനാണോ ഉദ്ദേശം? ദാ അവിടെ നിൽക്കുന്ന തടിയന്മാർക്ക് പണിയുണ്ടാക്കി വെക്കരുത്. കണ്ടോ? പിന്നെ വേല എടുത്ത് നടക്കാൻ പറ്റില്ല. ഇല്ലേ, കൃത്യമായി അടച്ചോളാവേ. 40, 30, 70, 72. താൻ ആ വർഗീസ് മാപ്പിളയെ കണ്ടോ? അയാളെന്താ തേങ്ങ എടുക്കാൻ വരാത്തെ? താൻ അന്വേഷിച്ചോ? മാങ്ങല്ലേ പറിക്കാൻ 5 ദിവസം കൂട്ടി നാളെ എത്തൂന്നാ പറഞ്ഞേക്കണേ. അയ്യോ, ഞാൻ ഇയാളെ കൊണ്ട് തോറ്റു. തേങ്ങയെന്ന് പറഞ്ഞാ മാങ്ങാന്ന് വെക്കും, ചക്കാന്ന് പറഞ്ഞാ തേങ്ങയല്ലേ, അതങ്ങോട്ട് പറഞ്ഞാ പോരെ. നാളെ വർഗീസ് മാപ്പിള വരാന്നാ പറഞ്ഞേക്കണേ. പഴയ പോലെ തേങ്ങക്കൊന്നും വലിയ ഡിമാൻഡില്ല. അത് കാരണം വർഗീസ് മാപ്പിളക്ക് ഭയങ്കര ഡിമാൻഡാ. ഏതെങ്കിലും ഒന്നിന് ഡിമാൻഡ് വേണമല്ലോ. ഒരു ഡിമാൻഡും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കണേല് ഭേദം. മതി മതി, ഈയിടെയായിട്ട് വല്ലാതെ കഷ്ടപ്പെട്ട് ഫലിതം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആട്ടെ, താൻ ആ ദാസപ്പനെയും പിള്ളേരെയും കണ്ടോ? പറമ്പിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായൊന്ന് തിരക്കിയോ? പാമ്പിന്റെ ശല്യം കൂടാല, എലി പെരുകിട്ടാ. നമുക്കൊരു പണി ചെയ്താലോ, ഒരു കീരീനെ അങ്ങോട്ട് വളർത്തിയാലോ? എടോ, ചെവിയില് വെക്കണ കുന്ത്രാണം താൻ വിറ്റ് തൊലച്ചോ? ഈ സാധനം അങ്ങ് വച്ചില്ലെങ്കിൽ ചെവിക്ക് ഒരു പദം കുറവാ, അല്പം കേൾവി കുറവുണ്ടല്ലേ. ഏയ്, അത് തനിക്ക് വെറുതെ തോന്നണതല്ലേ. ആരാണാവോ? ഇയാളാ തമ്പി മുതലാളി പറമ്പ് നോക്കാൻ വന്നിരിക്കുന്നേ. നിങ്ങൾ ഇവർക്ക് ഇരിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കടാ, വേഗാട്ടെ. എന്താ പേര്? എവിടാ രാജ്യം? ഡൽഹിയിലെ താമസം, നാടൊറ്റപ്പാലത്താ. താങ്ക് യു. ഒരു ചങ്ങാതി പറഞ്ഞ സ്ഥലത്തെ പറ്റി കേട്ടത്. വരുന്ന വഴി സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. മൊത്തം 5 ഏക്കറുണ്ട്. വില? ദാസവും പറഞ്ഞു സമ്മതമാണ്. എനിക്ക് ഈ നാട് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ ആധാരം? എനിക്ക് 2 ആഴ്ചത്തെ സാവകാശം വേണം. പണത്തിന്റെ കാര്യങ്ങളൊക്കെ അന്നേരം ശരിയാവുള്ളൂ. പണവുമായി എന്റെ ചങ്ങാതി വരും. അതുവരെ എനിക്ക് ഗ്രാമത്തിൽ തങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഒരു വാടക വീട് തരപ്പെടുത്തിയാൽ വലിയ ഉപകാരമായിരിക്കും. വാടക വീടോ? ഈ തറവാട്ടില് കുട്ടി ഒരു ആവശ്യത്തിന് വന്നിട്ട് ഛേ, പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നവരെ കുട്ടി ഇവിടെ തങ്ങണു. വിരോധമില്ലോ? എന്താ? ഇല്ല, പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? വേലായുധാ, എടോ സുധാകര, താൻ ഈ കുട്ടിയുടെ പെട്ടി പ്രമാണം എടുത്ത മുറിയിലേക്ക് വെക്ക. രാവണി, താൻ ആ കിഴക്കേ മുറി റെഡിയാക്കാൻ പറയാ.
കുട്ടിക്കാലം മുതൽ പറഞ്ഞു കേട്ട കഥകളിലെ ശേഖരൻ തമ്പി എന്ന ഉഗ്രപ്രതാപിയായ സിംഹത്തെയും അങ്ങേറ്റ പുറകെ വാലുപോലെ നടക്കുന്ന കാര്യസ്ഥൻ രാവുണ്ണിമേനോ എന്ന പൂച്ചയെയും ഞാൻ കണ്ടുമുങ്ങി. അല്ല, സത്യമായിട്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് പുറത്തിയാടുന്നവരെയും ഈ ക്ഷുദ്രജീവികളെ മമ്മി എങ്ങനെ സഹിച്ചു? അങ്ങനെ കേൾക്കണ്ട, വെറുതെ പ്രശ്നങ്ങളൊന്നും വരുത്തി വെക്കണ്ട. ഇല്ല മമ്മി, ഞാനിപ്പോ അലക്സ് അല്ല, പകരം ശേഖരൻ തമ്പിയുടെ 5 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ വന്ന നൊസ്റ്റാൾജിയ ബാധിച്ച ഒരു പാവം കോടീശ്വരം പയ്യൻ. അതാണ് ഇവിടുത്തെ എന്റെ പരിവേഷം. 29 വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് എന്ന എഞ്ചിനീയറുടെ ഒപ്പം തറവാടിന്റെ എല്ലാ ആചാരങ്ങളെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയ പുളിയനം തറവാട്ടിലെ ശേഖരൻ തമ്പിയുടെ മകൾ ലക്ഷ്മിക്കുട്ടിയുടെ മകൻ അലക്സ് ആണ് ഞാനെന്ന് അറിഞ്ഞ അങ്ങനെ ആ നിമിഷം തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ എന്നെ കെട്ടുകെട്ടിക്കും, ഉറപ്പാ. മോനെ, നിനക്കറിയില്ലേ മുത്തശ്ശനെ? ദുശാഠ്യ ഏറെ ഉണ്ട് പ്രകൃത. ഇതൊരു ചലഞ്ചാണ്. പിരിഞ്ഞു നിൽക്കുന്ന 2 കുടുംബങ്ങളെ തമ്മിൽ ഒന്നാക്കാൻ നടത്തുന്ന ഒരു എളിയ ശ്രമം. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ബന്ധങ്ങളെ പുതുക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമല്ലേ? പഴയ വീറും വാശിയൊക്കെ കാലം മാറ്റിയിട്ടുണ്ടാവും. വെറുതെ ഒരു ശ്രമം, 2 ആഴ്ച മാത്രം. തോറ്റാൽ പരാജയം സംഭവിച്ചാൽ തിരിച്ചു വരും. ആ മമ്മി, പിന്നെ ഏക്കറോ തേയിലത്തോട്ടോ 3 10 ലക്ഷം എസ്റ്റേറ്റ് വാങ്ങിയ നോക്കിയെടുത്താൻ ആരും ഇല്ലെന്നേ. ഏയ് മാനേജ്മെന്റ് ഏൽപ്പിച്ച് ശരിയാവത്തില്ല, വേണ്ട. ഈ ബ്രോക്കർമാർ ഒരു കാര്യം, ചായ എനിക്ക് ഇഷ്ടമാണെന്ന് ഇത് ചായത്തോടെ ഏർപ്പാടാക്കിയിരിക്കുന്നു. കൊള്ളോ, ലയിപ്പിക്കാൻ തണുത്ത വെള്ളം മതിയില്ലേ? അതങ്ങോട്ട് പറഞ്ഞാ പോരെ? എന്തിനാ നാണിക്കണേ? കൊള്ളൻ. അത് പിന്നെ പരിഭവം എന്തിനാ? വിദേശിയോ സ്വദേശിയോ? ബദിരനാണല്ലേ. തൊട്ടുണക്കാൻ വേണമെങ്കിൽ അച്ചാറെടുക്കാം. നാരങ്ങയോ മാങ്ങയോ? തേങ്ങ തേങ്ങ അതൊക്കെ പറഞ്ഞാ മതി, എനിക്ക് ചെവി കേക്കാം. തേങ്ങയില്ല, വേണമെങ്കിൽ നാരങ്ങ എടുക്കാം. എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിത്തിരിയണേ? കുപ്പിയുമായിട്ട് നേരെ പുഴക്കരയിലേക്ക് വിട്ടോ. മുതലാളി, മുതലാളി, മുതലാളി. എന്താടാ? കത്ത് വന്നു. പോസ്റ്റ് വന്നതാ, മുതലാളിക്കുള്ളതാ. ആരുടേതാ? അത് പിന്നെ അല്ലെങ്കിലും നിനക്കൊന്നും അക്ഷരജ്ഞാനമില്ലല്ലോ. ആരെ തല്ലണ്ടേ മുതലാളിക്ക് പറ. എടാ മണ്ടശിരോമണി, മണ്ട പെരുമണ്ട, ആരെയും തല്ലാനും കൊല്ലാനുള്ള കാര്യമൊന്നുമല്ല. എടാ, വിഷു കൂടാൻ ഡോക്ടർ കുരുവിളയും കുടുംബവും വരുന്നെന്ന് ഇനി അധിക ദിവസമില്ല. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. ഇപ്പോഴേ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. ആ രാവുണ്ണീതിയെ
എന്റെ മകളെ ഇവിടെ നിർത്തിയിട്ട് പോവാണ്. എല്ലാ വർഷവും താൻ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് പോവും. എന്നാ ശരി, വീണ്ടും കാണാം. ഓക്കെ 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 ശരി എന്നാ. ആയിക്കോട്ടെ. താനെന്താ ഇവിടെ? വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാ. മുത്തശ്ശൻ എങ്ങോട്ടാ? വടക്കേപ്പാടം വരെ ഒന്ന് പോണം. മുത്തശ്ശനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഏതാ ഈ ലക്ഷ്മിക്കുട്ടി? ഈ ജോസഫിന്റെ കൂടെ ഒളിച്ചോടിയ ഏത് ജോസഫ്? ഏത് വർഗീസ്? മകളാണല്ലേ? ആ 5 ഏക്കർ അവരുടെ വിധത്തിലാണോ? ഈ വിഡ്ഢിത്തം തന്നോട് ആരാ പറഞ്ഞേ? ഇവിടുത്തെ ഈ നാട്ടുകാര് അവര് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. ആ 5 ഏക്കർ എന്നല്ല, എന്റെ ഒരു സ്വത്തിലും ഒരവകാശമില്ല. ഇനി അങ്ങനെ പറഞ്ഞ് ആരോട്ട് കേറി വരാനുമില്ല. അല്ല, ലക്ഷ്മിക്കുട്ടിക്ക് ഒരു മകനോ മറ്റോ ഉണ്ടെന്നോ മറ്റോ ഏതാണ്ട്. അല്ല, അങ്ങനെ വല്ലൊരു അവകാശം ചോദിച്ചോണ്ട് വന്നാ ഈ കച്ചവടം? കച്ചവടത്തിന് ഒരു ചുക്കൂല. ഒരുത്തനും ഒരവകാശവും പറഞ്ഞു വരൂല. ജീവനോടെ തിരിച്ചയക്കില്ല. ആറ്റിലൊഴുക്കും ഞാൻ. പിന്നെ പ്രമാണത്തിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കൊരു സംശയമില്ല. നാട്ടുകാര് പറഞ്ഞപ്പോ ചുമ്മാ ഒന്ന് ചോദിച്ചതാ, കാര്യാക്കണ്ട. കനല് ഉള്ളിലേറെ കത്തിയിരിക്കുന്ന കനല് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ലാളിച്ചു ഒത്തിരി. പട്ടണത്തിലെ പള്ളിക്കൂടത്തിലയച്ചു പഠിക്കാൻ. അവസാനം ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയി. തമ്പിക്ക് പുല്ല, വെറും തൃണം. മനസ്സിൽ നിന്ന് തന്നെ എടുത്തു മാറ്റി. വർഷങ്ങളായി കയറിയൊന്നു മാപ്പ് പറഞ്ഞേച്ച് പറിച്ചു കളഞ്ഞത് കേൾക്കാൻ അനുവദിക്കില്ല. ഒരുത്തനും ഒരു കാലം ഒരു അവകാശം പറഞ്ഞു വരില്ല. സമ്മതിക്കില്ല. ഈ കാണുന്നതൊക്കെ തമ്പിയുടെയാ. ഈ ശേഖരൻ തമ്പിയുടെ മാത്രം സ്വന്തം. ആരുടെ ഒരു അവതാരവും വേണ്ട. തമ്പി ജയിച്ചു, ഇനിയും ജയിക്കും. സോറി. അല്ലെങ്കിൽ ഞാനാ ഇതൊക്കെ പറയാൻ, നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ഇടപെടാൻ. ഐ ആം വെരി സോറി. അതൊക്കെ പോട്ടെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. എന്താ കുഞ്ഞേ? ഞാനിങ്ങനെ പറഞ്ഞു. പണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെന്നാലേ ശരിയാവുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ മടങ്ങി വരാം. അപ്പോൾ പ്രമാണം രജിസ്റ്റർ ചെയ്യാം. അതാ നല്ലത്. എനിക്ക് ഒന്നിടന്നിടമുறை പോകാനുണ്ട്. ശരി, അപ്പൊ തിരിച്ചു വന്നിട്ട് കാണാം. ശരി. ആ, നിനക്ക് പോണേ. ഞാനും വരുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ തോൽവി സമ്മതിക്കുന്നു. ആ പിശുക്കൻ ശേഖരൻ തമ്പിയെ സ്നേഹം കൊണ്ടൊന്നും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇവിടം വരെ വന്നിട്ട് ആകെയുള്ള മിച്ചം ഒരു വിഷു മാത്രം. ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ദിവസം. അന്നത്തെ ആ പ്രഭാവത്തിന് എന്തോ ഒരു വശ്യത. ഉണർന്നിട്ട് എന്റെ കണ്ണുകൾ നിന്ന് മൂടിയിട്ട് ആരൊക്കെയോ എങ്ങോട്ടോ കൊണ്ടുപോയി. കണ്ണു തുറന്ന് നോക്കിയപ്പോ തേജസ്സുള്ള ഒരു കൃഷ്ണശില്പം, ചുറ്റും കണിക്കൊന്നകൾ, പിന്നെ വിഷുക്കൈ നീട്ടം, അതും മുത്തശ്ശന്റെ കയ്യിൽ നിന്ന്. വിഭവസമൃദ്ധമായ സദ്യ, അതും തനി വെജിറ്റേറിയൻ. കുരുവിള അങ്കിളിന്റെ വകയായിട്ട് വേറെയും സമ്മാനങ്ങളും. ഇത്രയൊക്കെ മതി. ഇവിടേക്ക് തിരിക്കുമ്പോ വേറെ ഒന്നും കരുതിയിരുന്നില്ല. ധന്യനായി,
വിധിച്ചതേ നടക്കൂ. വിധിക്കാത്ത കാഴ്ച നിങ്ങൾക്ക് 12 വിട്ടികൾ. വെറുതെ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച് സമയം കളയണ്ട. ഞാൻ അങ്ങോട്ട് തിരിച്ചു വാ. ഓക്കെ. മിസ്റ്റർ അലക്സ്, 2 കുടുംബങ്ങളെ ഒന്നാക്കാൻ നോക്കുന്ന ത്യാഗസമ്പന്നനായ മകൻ, കൊച്ചുമകന്റെ ത്യാഗത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയാത്ത മുത്തച്ഛൻ, താൻ കൊച്ചുമകനാണെന്ന് തുറന്നു പറയാൻ കഴിയാത്ത പാവം കൊച്ചുമകന്റെ ധർമ്മസങ്കടങ്ങൾ. എന്താ ശരിയല്ലേ? അലക്സ് ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഭംഗിയാവും. അതിന് ഞാൻ തന്നെ സഹായിക്കാം. ഇല്ല അല്ലേ, ഒന്നും ശരിയാവില്ല. മുത്തശ്ശന്റെ സ്വഭാവം തനിക്കറിയില്ല. അറിയാം. അലക്സ് ശ്രമിച്ചു, പരാജയപ്പെട്ടു. അപ്പോഴും അലക്സ് ആരാന്ന് അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞില്ല. പറഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തോന്നിയില്ല. അങ്ങനെ പറയാൻ വരട്ടെ. ഏതായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അതേറെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് അലക്സിനുണ്ടാവണം. വേണ്ട അല്ല, എനിക്ക് മടങ്ങണം. തമ്പി അന്നു വന്നിട്ട് പോയാ പോരെ? അതിനുള്ള സമയമില്ല, വേഗം പോണം. ഒരാഴ്ച കഴിഞ്ഞിട്ട് മടങ്ങി വരില്ലേ? വരാം. പോയിട്ട് വരാന്ന് പറയൂ കുഞ്ഞേ. വരട്ടെ, കാണാം. തമ്പിയങ്കളിനെ അന്വേഷിച്ച് ഞാൻ എവിടേക്ക് പോയി? അനില് മടങ്ങിപ്പോയി അങ്കിൾ. പോകുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും പോകുന്ന കാര്യം അവൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളെല്ലാരും അയാൾ പറ്റിക്കായിരുന്നു. എന്താ കുട്ടി പറയണേ? പറ്റിക്കേ? അനിലെന്നല്ല അയാളുടെ യഥാർത്ഥ പേര്, അലക്സ് എന്നാ. സ്വന്തം മുത്തച്ഛനെ കാണാൻ കൊച്ചുമകൻ തിരഞ്ഞെടുത്ത രീതി വിചിത്രം തന്നെയായിരുന്നു. എന്താ കുട്ടി പറയണേ? മുത്തച്ഛനെ കാണാനോ? ലക്ഷ്മിയാന്റിയുടെ മകനാണ് എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു വിളിക്കണം. അവനെവിടെയുണ്ട് ഇപ്പോ? നേരം വളരെ വൈകിയല്ലോ. ആ പഞ്ചായത്ത് കാലം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ. ഏതായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വൈകരുത് മോളെ, എനിക്കെന്റെ കുഞ്ഞിനെ വേണം. വാ. എന്റെ കുഞ്ഞു പോയി. എന്റെ കുഞ്ഞു പോയി. അവൻ പോട്ടെ, ഞാനാ തെറ്റുകാരൻ. അവന്റെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാലും എന്റെ കുഞ്ഞ് എന്നെ തനിച്ചാക്കി.